ദിശ അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സഫാരി ബാച്ചിന്റെ മാത്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിലുള്ള എല്ലാവരും നിങ്ങൾ പഠിച്ചായിരുന്നോ? എല്ലാ ടോപ്പിക്സും നിങ്ങൾ ക്ലിയർ ആക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണേണ്ടത് എ കൈൻഡ് ഓഫ് റിവിഷൻ, ഒരു റിവിഷൻ ആയിട്ടാണ് കാണേണ്ടത്, അല്ലാതെ ഫുൾ കൺസെപ്റ്റ് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു റിവിഷൻ ആയിട്ട് ഇതിനെ കാണുക. നിങ്ങൾ കവർ ചെയ്തിട്ട് ഒരു ഫൈനൽ ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ന്യൂ ഇയറിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ന്യൂ ഇയറിൽ എന്തായാലും ഇന്ന് തന്നെ ഈ വീഡിയോ കാണത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇനിയുള്ള ഫ്രണ്ടിലോട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു വീഡിയോ കണ്ട് കവർ ചെയ്തിട്ട് പഠിക്കുക. അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത വർഷം ഒരു ജോലി കിട്ടാനായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വർഷം ഹാപ്പി, ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഇയർ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സമയം തരാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്നാൽ സ്റ്റാർട്ട് ചെയ്തോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കിക്കേ, കുറച്ച് സമയം ഞാൻ തരാം. അപ്പം നിങ്ങൾ മാക്സിമം അത് ചെയ്യാനായിട്ട് നോക്കുക. ഈ തന്നേക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്ന ഓപ്ഷനിൽ ഏത് നമ്പറായിട്ടാണ് വരിക? ഈ നമ്പറിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ് ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്നൊന്ന് ചെയ്യാനായിട്ട് നോക്കിയേ. ഓക്കെ, ടൈം കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏകദേശം ഐഡിയ എങ്കിലും നിങ്ങൾക്ക് കിട്ടി കാണും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്ന എല്ലാ നമ്പറിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 4:12 ഉണ്ട്. അതിനെ നമ്മളിങ്ങ് കോമൺ എടുക്കുക. ഓക്കെ, ഇനി 4:12 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തേ ഉള്ളൂ? 1 ഉള്ളൂ. 4:12 പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഒരു 4 ഉണ്ട്. ഇവിടെ 4:12 പോയാലോ? ഇവിടെ 4 സ്ക്വയർ ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ 4 ക്യൂബ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം പ്ലസ് ചെയ്തേ. 1 + 4 + 4 സ്ക്വയർ 16 ആണ്. 4 ക്യൂബ് 64 ആണ്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ പ്ലസ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്കിവിടെ 16 + 4 20, 20 + 1 21, 21ഉം 64ഉം കൂടെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 85. 85 × 4⁻12 ആണ് നമുക്ക് കിട്ടുക. 85 × 4⁻12 എന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന നമ്പർ 85 വെച്ചിട്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, 85ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ 85 വെച്ച് ഡിവിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, 85 ഈ 17 അല്ലേ ആൻസർ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ 17 × 5 ആണ് 85 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവിസിബിലിറ്റി റൂളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസറിന്റെ ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ 0 ആണ് വരിക. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആവുന്ന കേസാണ്. അപ്പോൾ നമ്മുടെ ഡിവൈസർ ഇപ്പോൾ 17 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്? 17 എന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്ന നമ്പർ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ഇതിന്റെ റിമൈൻഡർ അപ്പോൾ നമുക്ക് എന്ത് വരും? 0 വരും. സോ ദ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 70. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കിയേ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 8⁸ + 6 ഈസ് ഡിവൈഡഡ് ബൈ 7. ഈ തന്നേക്കുന്ന നമ്പറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് ചോദ്യം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് സമയം തരാം, നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കിയേ. ആൻസർ കിട്ടിയോ? ഇതിന് ഒരുപാട് സമയം വേണ്ട. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 8⁸
plus 6 the whole divide by 7. റിമൈൻഡർ, ഇതിന്റെ റിമൈൻഡർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തറിയണം? റിമൈൻഡർ തിയറം അറിയണം. ഓക്കെ, റിമൈൻഡർ തിയറത്തിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താ? ഓരോ നമ്പറിനെയും നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യും. ഓരോ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യും? 7 വെച്ച് ഡിവൈഡ് ചെയ്യും. 8⁸ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ എഴുതും. ഇനി 6/7നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ നമ്മൾ എഴുതും. എന്നിട്ട് ഇടയ്ക്കുള്ള ഓപ്പറേഷൻ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ചെയ്ത് വെക്കും. അപ്പോൾ 8⁸ ഡിവൈഡ് ബൈ 7, നിങ്ങൾ വിചാരിക്കും 8ന്റെ നമ്മൾ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 7 വെച്ച് ഡിവൈഡ്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം എന്താണ്, ഒരു 8 എടുക്കുക, അതിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഒരു 8നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ് റിമൈൻഡർ തിയറം പ്രകാരം 1 അല്ലേ നമുക്ക് റിമൈൻഡർ ആയിട്ട് വരിക? 1. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ 1. ഇവിടെ ഒരു 8 അല്ല തന്നേക്കുന്നത്, 8 × 8 × 8 × എത്ര പ്രാവശ്യം ഉണ്ട്? 8 തവണ 8 വരുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഒരു 8നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, അടുത്ത 8നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, അടുത്ത 8നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1. ഓൾമോസ്റ്റ് എല്ലാം കൂടെ ചെയ്യുമ്പോൾ കിട്ടുന്ന 1ന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 1/8. 8 1 വന്നു. അപ്പോൾ ഇവിടുത്തെ റിമൈൻഡർ 1/8. ഇവിടെ നമ്മൾ 6 ഡിവൈഡ് ബൈ 7 ചെയ്യുമ്പോൾ നെഗറ്റീവ് റിമൈൻഡർ തിയറം എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 6 കഴിഞ്ഞിട്ട് 7ന്റെ ടേബിളിൽ വരുന്ന നമ്പറാണ് നെഗറ്റീവ് റിമൈൻഡർ തിയറത്തിൽ യൂസ് ചെയ്യേണ്ടത്. 6 കഴിഞ്ഞിട്ട് 7ന്റെ ടേബിളിൽ വരുന്ന നമ്പർ 7 ആണ്. അപ്പോൾ 6 വെച്ച് കമ്പയർ ചെയ്യുക. 6 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 6 എന്ന് പറഞ്ഞാൽ 1 കുറവാണ്. അപ്പോൾ 7 ആവണമായിരുന്നു, 7 ആവാതിരുന്നതിന് കാരണം 1 കുറവായതുകൊണ്ട്. അപ്പോൾ -1 റിമൈൻഡർ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ പ്ലസ് ചെയ്യണം. 1/8 1, 1 + -1 റിമൈൻഡർ എത്ര വരും? 0. അഥവാ റിമൈൻഡർ തിയറത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ദീക്ഷ അക്കാഡമിയുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. റിമൈൻഡർ തിയറത്തിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് റിമൈൻഡർ തിയറം യൂസ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടാകത്തില്ല. ഓക്കെ ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, ടൈം 1 മിനിറ്റ് ആണ്. വായിച്ചു നോക്കിയോ? പെട്ടെന്ന് വായിച്ചു നോക്കുക. ഒരു 6 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 33 വെച്ച് ഡിവിസിബിൾ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ 54 ആഡ് ചെയ്യുവാണെങ്കിൽ ന്യൂ നമ്പർ, ആ ന്യൂ നമ്പർ കിട്ടുന്ന പുതിയ നമ്പർ ഏത് വെച്ച് ഡിവിസിബിൾ, തന്നേക്കുന്ന ഏത് നമ്പർ വെച്ച് ഡിവിസിബിൾ ആവും? അതാണ് ചോദ്യം. 6 ഡിജിറ്റ് നമ്പർ ഉണ്ട്, 33 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള 6 ഡിജിറ്റ് നമ്പർ ആണ്. ആ നമ്പറിലോട്ട് നമ്മൾ 54 ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ഉത്തരം തന്നേക്കുന്ന ഏത് നമ്പർ വെച്ച് ഡിവിസിബിൾ ആയിരിക്കും? ഇതാണ് ചോദ്യം. ഓക്കെ, പെട്ടെന്നൊന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു വാല്യൂ അസ്യൂം ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കിയേ. ഓക്കെ, അത്ര സമയം ഈ ക്വസ്റ്റ്യന് വേണ്ട. ഓക്കെ, അപ്പം നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. 6 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ നമുക്കിവിടെ ആലോചിക്കുമ്പോൾ തന്നെ 33ന്റെ വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഡിജിറ്റ് 3യുടെ ടേബിളിലുള്ള നമ്പർ ആയിരിക്കും. കാരണം 33 വെച്ച് ഡിവിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആ തന്നേക്കുന്ന നമ്പർ 3 വെച്ചും 11 വെച്ചും ഡിവിസിബിൾ ആയിരിക്കും. 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ് എന്തായിരിക്കണം? 3യുടെ ടേബിളിലുള്ള നമ്പർ ആയിരിക്കണം. അതാണ് 3യുടെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് ദ ഡിജിറ്റ് 3യുടെ ടേബിളിലുള്ള നമ്പർ ആയിരിക്കണം. അതാണ് 3യുടെ ഡിവിസിബിലിറ്റി റൂള്. അപ്പൊ നമ്മൾ 33 വെച്ച് ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ ആ 6 ഡിജിറ്റ് ഉള്ള നമ്പർ എല്ലാം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ 3 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും വരിക. ഇനി അതിൻ്റെ അകത്തോട്ട് 54 കൂടെ ആഡ് ചെയ്യാണ്. 54 എന്താ? 3 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഉറപ്പായിട്ടും എന്തായിരിക്കും? 3 വെച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ 6 ഡിജിറ്റ് നമ്പർ 3333 എന്ന് ഞാൻ എടുക്കുകയാണ്. ജസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് 333333 എന്നെടുത്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 54 അങ്ങ് ആഡ് ചെയ്യുവാണ്.
ഓക്കെ, ഈ തന്നേക്കുന്ന നമ്പറിന്റെ കൂട്ടത്തിൽ ഞാൻ 54 അങ്ങ് ആഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ നമ്പർ ആണ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഇത് 3 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുന്നത് 3യുടെ ഡിവിസിബിലിറ്റി റൂൾ വെച്ചിട്ടാണ്. സം ഓഫ് ദ ഡിജിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് ചെയ്യുന്നു. പ്ലസ് ചെയ്യുമ്പോൾ 3 + 3 + 3 എത്ര 3 ഉണ്ട്? 4 3 ഉണ്ട്. അപ്പൊ അവിടെ 12 വന്നു. 12 + 8 20 വന്നു. 20 + 7 27. അപ്പോ 3യുടെ ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് കിട്ടിയേക്കുന്നത്. സോ ദ ഗിവൺ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3. ഓക്കെ ആണല്ലോ. എന്തായാലും ഇങ്ങനെ സം ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 2 വെച്ച് ഡിവിസിബിൾ അല്ല എന്ന് മനസ്സിലായി. 2ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ഇതിലേതെങ്കിലും ഒരു നമ്പർ, ഇതിലേതെങ്കിലും ഒരു ഡിജിറ്റ് വന്നാൽ മാത്രമാണ് ആ തന്നേക്കുന്ന നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആവുക. നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 7 ആണ് വന്നേക്കുന്നത്. സോ അത് 2 വെച്ച് ഡിവിസിബിൾ അല്ല. ഇനി അടുത്ത 5 വെച്ചും ഡിവിസിബിൾ അല്ല. കാരണം 5ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 5 വരണം. അതുകൊണ്ട് അതും ഡിവിസിബിൾ അല്ല. ഇനി 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ പഠിക്കുന്നതിനെക്കാട്ടി 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. ജസ്റ്റ് ഡിവിസിബിലിറ്റി റൂൾ ഞാൻ പറഞ്ഞു തന്നേക്കാം. ഇപ്പൊ 1 3 7 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. 2 3 7 എടുത്തോട്ടോ. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. ലാസ്റ്റ് ഡിജിറ്റ് എടുത്തിട്ട് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 14 കിട്ടുവേ. ബാലൻസ് നിൽക്കുന്ന നമ്പറിന്ന് അത് കുറയ്ക്കുക. 23 - 14 ചെയ്യുക. 23 - 14 ആകുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 9 കിട്ടും. ഈ 9 എന്ന് പറഞ്ഞാൽ 7 വെച്ച് ഡിവിസിബിൾ അല്ലല്ലോ. സോ ദ ഗിവൺ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 7. ഓക്കെ, അപ്പോ ഇതേപോലെ വലിയ നമ്പേഴ്സ് വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു, ഇൻറ്റു 2 ചെയ്യുന്നു, ബാലൻസ് ഉള്ള ഡിജിറ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു. വീണ്ടും എന്ത് ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു, ഇൻറ്റു 2 ചെയ്യുന്നു, ബാലൻസ് ഉള്ള നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക. ഇത് പക്ഷേ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ദ ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 7 എന്ന് ചോദിച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തരാം. അപ്പോൾ അതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കാം. ഇടയ്ക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് 7ന്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് അറിഞ്ഞിരിക്കണം. തീരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ബേസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ റൂൾസും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതേപോലെ ഈ ഇടയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹോൾ നമ്പർ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ചില ആൾക്കാർക്ക് അതും അറിയാത്ത കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട്. അവരും കൂടെ അത് മനസ്സിലാക്കുക. ചില ആൾക്കാർ വലിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കത്തുള്ളൂ, ചെറിയ കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ ഇടയ്ക്ക് ചോദിക്കുന്ന എക്സാമിനെല്ലാം ഒരേപോലെ ചെറിയ കാര്യവും മീഡിയം ലെവലുള്ള കാര്യങ്ങളും ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഒരുപോലെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ലെവലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഹോൾ നമ്പർ? 0 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോൾ നമ്പർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 0 + നാച്ചുറൽ നമ്പർ എന്ന് വേണമെങ്കിലും പറയാം. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ഇൻക്ലൂഡിങ് 0. നാച്ചുറൽ നമ്പർ 1 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് വരിക. ഇപ്പോൾ ഹോൾ നമ്പർ ആകുമ്പോഴോ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് വരിക. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. When a number is divided by 45, the remainder is 21. What will be the remainder when the number is divided by 15? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം തരാം. അപ്പോൾ ചെയ്യാൻ നോക്കിയത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സമയം കഴിഞ്ഞു. അപ്പോൾ when a number is divided by 45, the remainder is 21. Divided by 45 എന്ന് പറഞ്ഞാൽ ഈ 45 എന്താ? ഡിവൈസർ ആണ്. ഡിവൈസർ. അപ്പോൾ എന്താണ് ഡിവൈസർ, എന്താണ് ഡിവിഡൻഡ്, എന്താണ് റിമൈൻഡർ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 37 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ 5 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 2 റിമൈൻഡർ ആയിട്ട് വരും.
അപ്പൊ ഇതില് ഈ 37 എന്ന് പറയുന്ന ആരാണ്? ഡിവിഡൻഡ് ആണ്. ഓക്കെ, അതേപോലെ 2 എന്ന് പറയുന്ന എന്താ? റിമൈൻഡർ ആണ്. ഓക്കെ, റിമൈൻഡർ. ഇനി 5 എന്ന് പറയുന്ന എന്താ? ഡിവൈസർ ആണ്. ഓക്കെ, ഇനി അടുത്തത് 7 എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് ഇതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും മാറിപ്പോകുന്ന ഡിവിഡൻഡ് ഏതാണ്, ഡിവൈസർ ഏതെന്ന് മാറിപ്പോകും. ആ കൂട്ടിന്റെ അകത്തിരിക്കുന്നതാണ് ഡിവിഡൻഡ് എന്ന് ഓർത്തേക്കുക. ഓക്കെ, കോഷ്യന്റ് ആണ് ഇവിടെ 7. ഇനി ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. എ നമ്പർ when divided by 5 gives a remainder of 2 and a quotient of 7. അപ്പോൾ then find the number. ഇവിടെ ആ നമ്പറിനെ ഉദ്ദേശിക്കുന്ന എന്താ? ഡിവിഡൻഡ് ആണ്. അപ്പൊ ഈ ഡിവിഡൻഡ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഡിവിഡൻഡ് 37 അറിയാം. തന്നേക്കുന്നത് കോഷ്യന്റും ഡിവൈസറും റിമൈൻഡറും. ഇത് ഉപയോഗിച്ച് എങ്ങനെ 37 എത്താം? നിങ്ങൾ തന്നെ പറഞ്ഞേ. 7 × 5 ചെയ്തു, 5 ആ മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ കൂടെ 2 കൂട്ടുക. 7 × 5 ആകുമ്പോഴോ 35 വന്നു. 35 + 2 37 വന്നില്ലേ? അപ്പോ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡിവിഡൻഡ് ഇസിക്കൽ ടു ഏതൊക്കെയാ മൾട്ടിപ്ലൈ ചെയ്തേ? ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഇതാണ് ഡിവിഡൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി റിമൈൻഡറിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. റിമൈൻഡർ എപ്പോഴും എന്തായിരിക്കും? ഡിവൈസറിനെ കാട്ടിയും ചെറിയ നമ്പർ ആയിരിക്കും. റിമൈൻഡർ എപ്പോഴും ഡിവൈസറിനെ കാട്ടിയും ചെറിയ നമ്പർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു നമ്പറിനെ 5 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന റിമൈൻഡർ എവിടെ വരെ വരത്തുള്ളൂ? 4 വരെ വരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 0, 1, 2, 3, 4 ഇവിടെ ഇത്രയും നമ്പേഴ്സ് മാത്രമേ 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അതേപോലെ ഞാനിപ്പോൾ ഒരു നമ്പറിനെ 21 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വരുന്ന റിമൈൻഡർ എവിടെ വരെ വരത്തുള്ളൂ? 21 വരെ വന്ന് നിൽക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലായി? ദ റിമൈൻഡർ ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഡിവൈസർ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഡിവൈസറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ്? റിമൈൻഡർ 0 വരും. ഡിവിഡൻഡ് ഡിവൈസറിന്റെ മൾട്ടിപ്പിൾ ആവുക എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം. അപ്പോൾ 25നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം റിമൈൻഡർ 0 ആണ്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ 25 ഡിവിഡൻഡും 5 ഡിവൈസറുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഡിവൈസറിന്റെ മൾട്ടിപ്പിൾ അല്ലേ? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? 5ന്റെ ഒരു മൾട്ടിപ്പിൾ അല്ലേ 25 എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വരും? റിമൈൻഡർ 0 എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഡിവിഡൻഡ് ഡിവൈസറിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ റിമൈൻഡർ 0. രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, റിമൈൻഡർ ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരത്തില്ല. റിമൈൻഡർ എപ്പോഴും പോസിറ്റീവ് നമ്പർ ആണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റിമൈൻഡർ എപ്പോഴും എന്തായിട്ടായിരിക്കുക? പോസിറ്റീവ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. when a number is divided by 45, ഒരു നമ്പറിനെ നമ്മൾ 45 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ഡിവൈസർ. the remainder is 21. അപ്പോൾ റിമൈൻഡർ നമുക്ക് തന്നിട്ടുണ്ട്. what will be the remainder when the number is divided by 50? അപ്പോൾ നമ്മുടെ ചോദ്യത്തില് ഒരു നമ്പറിനെ നമ്മൾ 45 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 21 എന്ന് വന്നു. ഇനി ഈ സെയിം നമ്പറിനെ നമ്മൾ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ ആണ് വേണ്ടത്. അതിന് ആ നമ്പർ അല്ലെങ്കിൽ ആ ഡിവിഡൻഡ് കണ്ടുപിടിക്കണം. നമ്മുടെ ഡിവിഡൻഡിന്റെ ഇക്വേഷൻ വെച്ച് നമുക്കിത് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസർ 45 ആണ്. ഇൻറ്റു കോഷ്യന്റ് നമുക്ക് അറിയത്തില്ല, ക്യൂ ആയിട്ട് തന്നെ ഇട്ടേക്ക്. ഇനി റിമൈൻഡർ എത്ര? 21. ഇതാണ് ആ നമ്പർ. ഈ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 15 വെച്ച് ഡിവൈഡ് ചെയ്യുവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ നമ്പറിനെ നമ്മൾ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ ആണ് ചോദ്യം. അപ്പൊ ഈ നമ്പറിനെ 15 വെച്ച് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റിമൈൻഡർ തിയറം യൂസ് ചെയ്ത് ഓരോ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യും? 15 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കും. 45 × Q ഡിവൈഡ് ബൈ 15. ഈ 45 × Q ഡിവൈഡ് ബൈ 15 15ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 45. അപ്പൊ അവിടുത്തെ റിമൈൻഡർ എന്ത് വരും? 0 എന്ന് വരും. 21 ഡിവൈഡ് ബൈ 15. 21നെ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ഉത്തരം. കാരണം ഓൾറെഡി ഇവിടെ ആദ്യത്തെ റിമൈൻഡർ 0 എന്ന് കിട്ടി. ഓക്കെ, 21നെ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 റിമൈൻഡർ ഉണ്ട്. 0 ഇടയ്ക്കുള്ളത് പ്ലസ് ആയതുകൊണ്ട് 0 + 6 ആകുമ്പോൾ ആൻസർ എന്താണ്? 6. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക.
ഓപ്ഷൻ എ 6. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് സമയം തരാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാൻ. വായിച്ചു നോക്കിയേ. നേരത്തെ കൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സമയം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. When m is divided by 7, the remainder is 5. ഓക്കെ, എമ്മിനെ, എം എന്ന് പറഞ്ഞാൽ ഡിവിഡൻ്റ് ആണ്. ഡിവിഡൻറ്റിനെ ഒരു ഡിവൈസർ ആയിട്ടുള്ള 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 5 ആണ്. 3m is divided by 7, the remainder is 7. അപ്പോൾ 3m 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു നമ്പറിനെ അസ്യൂം ചെയ്ത് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ അസ്യൂം ചെയ്യാന്ന് പറഞ്ഞാൽ 45ന്റെ ഒരു മൾട്ടിപ്പിൾ എടുക്കുക പ്ലസ് 21 ചെയ്താൽ നമുക്ക് റിമൈൻഡർ 21 കിട്ടുമായിരുന്നു. ഇത് ഞാൻ അല്ലാതെ ചെയ്തേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ ഒരു നമ്പർ അസ്യൂം ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പൊ ഞാനൊരു നമ്പർ അസ്യൂം ചെയ്യുന്ന രീതി ഒന്ന് പറഞ്ഞുതരാം. അപ്പം എം എന്ന് പറയുന്ന നമ്പറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണം. അപ്പോൾ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ എടുക്കുക. 7 എടുത്തു. 7 പ്ലസ് 5 ചെയ്തു 12. അപ്പൊ ഈ 12നെ നിങ്ങളൊന്ന് 7 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ റിമൈൻഡർ ആയിട്ട് എന്തേ വരത്തുള്ളൂ? 5 അല്ലേ വരത്തുള്ളൂ. അപ്പൊ ആ നമ്പർ ഞാൻ 12 ആയിട്ട് എടുത്തു. എമ്മിന്റെ വാല്യൂ 12. ഇനി അടുത്തത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്പറിനെ എമ്മിനെ നമ്മൾ 3m ആക്കുന്നു. 3m എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 12 എന്ന് വരും. 3 ഇൻറ്റു 12. അപ്പൊ ഇതാണ് 3m. ഈ 3mനെ 7 വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. 3m എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 ഡിവൈഡ് ബൈ 7 റിമൈൻഡർ 1 ആണ്. പെട്ടെന്ന് ആൻസർ കിട്ടിയാണ്ടോ? ഇനി ഇക്വേഷൻ വെച്ച് ചെയ്യുവാണെങ്കിൽ m ആണ് ഡിവിഡൻഡ്, 7 ആണ് ഡിവൈസർ, കോഷ്യന്റ് q ആണ്, റിമൈൻഡർ 5 ആണ്. ഇനി 3m ആക്കുന്നു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? 3 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ 3 ഇവിടെ വരുമ്പോൾ 21q പ്ലസ് 3 ഇൻറ്റു 5 15. ഈ നമ്പറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഈ നമ്പറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ നമ്പറിനെയും 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം കണ്ടുപിടിക്കുക. 21qനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0. 15നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 1. ഓക്കെ, അപ്പോൾ 0 പ്ലസ് 1 ആകുമ്പോൾ നമ്മുടെ ഉത്തരം എന്താന്ന് വന്നു? 1 ആണ് നമ്മുടെ റിമൈൻഡർ. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ട് രീതിയിലും ഇത് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇങ്ങനെ അസ്യൂം ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എവിടെ ചെയ്തു? ഇവിടെ 45ന്റെ ഒരു മൾട്ടിപ്പിൾ ഞാൻ ഇപ്പൊ 45 തന്നെ എടുക്കുവാന്ന് വെച്ചോ. 45ന്റെ കൂടെ 21 കൂട്ടി ഞാൻ, അപ്പോൾ 66 കിട്ടി. ഈ 66 നമ്പർ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. 66 ഡിവൈഡ് ബൈ 45 1 വെച്ചിട്ട് 45 വന്നു. 21 ആണ് നമുക്ക് റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പൊ 21 റിമൈൻഡർ വരുന്നുണ്ടല്ലോ. അപ്പൊ 66 ആണ് ആ നമ്പർ എന്ന് എനിക്ക് മനസ്സിലായി. ഈ 66നെ ഞാൻ എന്ത് ചെയ്യുന്നു? 15 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 66നെ 15 വെച്ച് ഡിവൈഡ് ചെയ്താൽ 15 ഇൻറ്റു 4 ആണ് 60. ഓക്കെ, അപ്പൊ എനിക്ക് എന്തെന്ന് കിട്ടി? റിമൈൻഡർ 6 ആണ് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ അസ്യൂം ചെയ്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 324 while the product of these two numbers is 144. Find the positive difference between the square of these two given numbers. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം. അതിന്റെ സ്ക്വയർ ആണ് 324. ഇനി പ്രോഡക്റ്റ് ഓഫ് ദിസ് ടു ഗിവൺ നമ്പേഴ്സ്. അപ്പോൾ ഈ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 144 വരും. അങ്ങനെയാണെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് ദിസ് ടു നമ്പേഴ്സ്, രണ്ട് നമ്പറിന്റെ സ്ക്വയർ
ഡിഫറൻസിന്റെ ഉത്തരം എന്ത് വരും? ഇതാണ് ചോദ്യം. ജസ്റ്റ് കുറച്ച് സമയം തരാം നിങ്ങൾക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞുതരാം. കുറച്ചു പേർക്ക് കിട്ടി കാണും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു നാച്ചുറൽ കണ്ടീഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. സ്ക്വയർ ഓഫ് ദ ഡിഫറൻസ്, ഇപ്പൊ രണ്ട് നാച്ചുറൽ നമ്പർ ഞാൻ എക്സും വൈയും ആയിട്ട് എടുക്കുവാണ്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ ഉത്തരം സ്ക്വയർ ചെയ്യുമ്പോഴാണ് 324 കിട്ടുക. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്, രണ്ട് നമ്പറുടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 144 കിട്ടുക. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടുന്ന് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ 324 ആണെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് വൈയുടെ വാല്യൂ എന്താന്ന് മനസ്സിലായി? 18 എന്ന് വരും. കാരണം 324 18ന്റെ സ്ക്വയർ ആണ്, അപ്പൊ 18. അപ്പൊ എക്സ് എന്ന് വൈ കുറച്ചാൽ നമുക്ക് എന്ത് വരണം? 18 എന്ന് വരണം. ഇനി എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാലേ ബാക്കി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 144 വരണം. നമുക്കറിയാം 12 × 12 144 ആണ്. പക്ഷെ രണ്ട് നമ്പറും 12 ആയാൽ അതിന്റെ വ്യത്യാസം 18 അല്ല 0 ആയിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ ഇതിന് ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അപ്പൊ ഒരു 12നെ ഞാൻ അവിടെ ഇട്ടിട്ട് ഒന്നിനെ 3 × 4 എന്ന് ഞാൻ അങ്ങ് എഴുതുക. അപ്പൊ 3 × 4 ആകുമ്പോൾ നമുക്ക് 12 × 3 നമുക്ക് 36 വന്നു. 36 - 4 ചെയ്താൽ 18 വരത്തില്ല. അപ്പൊ അതല്ല. ഇനി അടുത്തത് 18 വരണമെങ്കിൽ ഇനി അടുത്തത് ഈ 4നെ സ്പ്ലിറ്റ് ചെയ്ത് 2 × 2. അപ്പൊ ഈ 2 ഇങ്ങോട്ട് വരുമ്പോ 24. 24 3 × 2 6. അപ്പൊ 24 6 എടുത്താൽ 144 കിട്ടും. അപ്പോ 24 - 6 ചെയ്താൽ 18 വരുന്നുണ്ട്. അത് ശരിയായി. ഇനി അത് ശരിയായല്ലോ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ? ഫൈൻഡ് ദ പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് ദിസ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പറിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന്റെ പോസിറ്റീവ് ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 24 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 മൈനസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ -36. അപ്പൊ നമുക്ക് കിട്ടുന്നത് 540. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? കണ്ടീഷൻസ് മനസ്സിലാക്കിയാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദ സ്ക്വയർ ആദ്യം കണ്ടീഷൻസ് ആണ് ഈ സൈഡിൽ എഴുതിയേക്കുന്നത്. പിന്നെ നമ്മൾ ഈ 144 വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ അറിയാം. 12 × 12 ആണ്. 12 × 12 എടുത്താൽ നമുക്ക് ഡിഫറൻസ് ഒരിക്കലും 18 വരത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു 12നെ അങ്ങ് ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? 12 × 2 24, 3 × 2 6. തമ്മിലുള്ള വ്യത്യാസം 18 ആണ്. അപ്പൊ 24ന്റെ സ്ക്വയർ -6ന്റെ സ്ക്വയർ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ 576 - 36 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നേ? 540. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ചെയ്യാൻ നോക്കിക്കേ. Product of two consecutive positive natural numbers is 182. The greater of the two numbers is. എന്താണ് ഈ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 5 പറയുവാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള പോസിറ്റീവ് നാച്ചുറൽ നമ്പർ ഏതാ? 6. 5 ആണെങ്കിൽ 6, 6 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 8. അങ്ങനെയുള്ള അടുത്തടുത്തുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ചെയ്യാൻ നോക്കിയേ. രണ്ട് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് 182 എന്ന് തന്നിട്ടുണ്ട്. അതിലെ ഗ്രേറ്റർ നമ്പർ കണ്ടുപിടിക്കുക.
ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്യാം. സമയം ഓക്കെ. Product of two positive natural numbers is 182. The greater of the two numbers. അപ്പോൾ ഇത് നമുക്ക് ഓപ്ഷൻ വൈസ് ചെയ്യുന്നതല്ലേ നല്ലത്. ഗ്രേറ്റർ ഓഫ് ദ ടു നമ്പേഴ്സ് തന്നേക്കുന്നതിൽ വലിയ നമ്പറാണ് ഓപ്ഷനിലുള്ളത്. അപ്പം നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. വലിയ നമ്പർ ഓപ്ഷനുള്ളത് ഫസ്റ്റ് 27 ആണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചെറിയ നമ്പർ 26 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ആൻസർ വരുമെന്ന് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിലോ ഫസ്റ്റ് നമ്പർ 26 ആണ് ഗ്രേറ്റർ എങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന 25 ആയിരിക്കും ചെറിയ നമ്പർ. ഇനി അടുത്ത തേർഡ് ഓപ്ഷൻ ആണെങ്കിൽ 14 ആണ് വരുന്നതെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ 13 ആയിരിക്കും. ഇനി അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർത്ത് ഓപ്ഷൻ 7 ആണ് വരുന്നതെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന 6 ആയിരിക്കും. ഓക്കെ, നമുക്ക് പ്രോഡക്റ്റ് 182 ആണ് വരേണ്ടത്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് വെച്ച് നോക്കുമ്പോൾ 2 വരുന്ന കേസ് ഏതൊക്കെയുണ്ട്? 6 into 7 ലാസ്റ്റ് ഡിജിറ്റ് 2 വരുന്നുണ്ട്, അപ്പൊ ഇത് വരാം. ഇനി 5 into 6 ലാസ്റ്റ് ഡിജിറ്റ് 0 വരത്തുള്ളൂ, അത് വരത്തില്ല. 3 into 4 ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരാം? 2 വരുന്നുണ്ട്, അപ്പൊ അതും വരാം. ഇനി 7 into 6 എടുക്കേണ്ട കാര്യമില്ല. 7 into 6 നമുക്ക് എത്രയാണെന്നറിയാം? 42 ആണെന്നറിയാം, അപ്പൊ അത് എടുക്കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൽ ഏത് നമ്പറാ വരിക എന്ന് നോക്കുക. ഇതിൽ ഏത് നമ്പറാ നമുക്ക് വരുന്നേ? എന്തായാലും 26 into 27 വരുമോ? ഇല്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ. 25 into 25 എടുത്താൽ തന്നെ എത്ര? 625. വലിയ നമ്പർ അല്ലേ വരുന്നത്. അപ്പൊ അതിന്ന് എന്ത് മനസ്സിലായി? നമ്മുടെ ആൻസർ എത്രയേ വരത്തുള്ളൂ? ഓപ്ഷൻ സി 13 into 14 എന്ന് പറഞ്ഞാൽ ലാർജർ നമ്പർ ഏതാ? 14 ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഓപ്ഷൻ സി 14 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇത് ഓപ്ഷൻ വൈസ് ചെയ്തു പോയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ 1 - 2 + 3 - 4 + 5 - 6 up to 100 ടേംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ചെയ്യാൻ കുറച്ച് സമയം തരാം, പെട്ടെന്ന് ചെയ്യാൻ നോക്കണം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട, സമയം കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ 1ഉം -2 തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. -1 എന്ന് വന്നു. ഓക്കെ, ഇത് തമ്മിലുള്ളതോ -1, ഇവർ തമ്മിലുള്ളതോ -1. അതേപോലെ എല്ലാ നമ്പറിന്റെയും ഡിഫറൻസ് ഇങ്ങനെ -1 ആയിരിക്കും. കാരണം 5 - 6. ഇനി അടുത്ത വരുന്ന ഏതായിരിക്കും? +7 - 8. അടുത്തത് +9 - 10. ഇവിടെ എല്ലാം -1 -1 വരുമല്ലേ. രണ്ടെണ്ണം ചേരുമ്പോൾ ഒരു -1 വരും. അപ്പൊ 100 ടേംസ് ആകുമ്പോൾ എത്ര -1 വരുന്നുണ്ട്? 50 -1 വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനില് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഈ തന്നേക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? അതാണ് ചോദ്യം. പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. ഓക്കെ, സമയം കഴിഞ്ഞു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. അത്ര ഒരുപാട് സമയം ഇതിന് വേണ്ട, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ
ഫസ്റ്റ് ഓപ്ഷൻ 5/11, 5/6. അടുത്തത് 5/9, 8/9. അടുത്തത് 5/6, 4/5. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇതിൽ വലുതും ചെറുതും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഡിനോമിനേറ്റർ ഒന്നും നോക്കണ്ട, LCM എടുക്കാനും പോകണ്ട, ക്രോസ് മൾട്ടിപ്ലൈ. ഇപ്പൊ ഇവിടെ 5 × 6 വരും മേളിൽ, ഇവിടെ ആണെങ്കിലോ 11 × 5 വരും, 11 × 5 വരും. ഓക്കെ, അപ്പൊ ഇവിടത്തെ വാല്യൂ 30ഉം ഇവിടത്തെ വാല്യൂ 55ഉം എന്ന് പറഞ്ഞാൽ ഇതിൽ 55 അല്ലേ വലുത്. അപ്പൊ ഈ ആരോ എങ്ങോട്ട് ഇരിക്കണമായിരുന്നു, ഈ ഒരു സിമ്പൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണമായിരുന്നു. ഇവിടെ പക്ഷേ തിരിച്ചാണ് വെച്ചേക്കുന്നത്, അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ നമ്മൾ നോക്കുവാണ്, വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 45, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമുക്ക് എത്ര, 9 × 8 ആകുമ്പോൾ 72. ഇതിലെ വലിയ നമ്പർ ആണ് ചോദ്യം, വലുതല്ലേ, ഗ്രേറ്റർ ആണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ ഗ്രേറ്റർ ആകുമ്പോൾ നമ്മൾ ഏത് സൈഡിലോട്ടാണ് നോക്കേണ്ടേ, നമ്മൾ ഗ്രേറ്റർ എന്ന് പറഞ്ഞാൽ 72 അങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ സിമ്പിൾ അങ്ങോട്ട് വരും. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? അപ്പോൾ രണ്ടാമത്തതും തെറ്റാണ്, കാരണം 8/9 അങ്ങോട്ടല്ല തിരിഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, ഇതും ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇത് ഇപ്പുറത്തോട്ട് ക്രോസ് ചെയ്യുക. 5 × 5 25ഉം 6 × 4 24ഉം. ഇതിലെ വലുതെന്ന് പറഞ്ഞാൽ എന്താ, ഈ സൈഡാണ്. അപ്പൊ ഇത് ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഓൺലി 3 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനിയിപ്പോ സ്മോളർ ആണ് ചോദ്യമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് ഇതേപോലെ ക്രോസ് ചെയ്യുക, ഇത് ഇതേപോലെ ക്രോസ് ചെയ്യുക, ഡിനോമിനേറ്റർ നോക്കണ്ട. ചെറുത് ഇതാ 30 അല്ലേ, അപ്പൊ ഈ സൈഡിൽ ഇതാണ് ചെറുത്, 5/11 ആണ് ചെറുതെന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യനിൽ ഇങ്ങനെ സിമ്പിൾ തരാതെ ഗ്രേറ്റർ ഏതാ സ്മോളർ ഏതാന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിലും ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. മനസ്സിലായോ? ഡിനോമിനേറ്റർ നോക്കണ്ട, നമ്മൾ ന്യൂമറേറ്റർ മാത്രം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. Question, Gopal has some hens and some goats. If the total number of animal head are 43 and the total number of feet are 142, how many hens does Gopal have? Okay. ചെയ്യാൻ നോക്കിയേ പെട്ടെന്ന്. ഓക്കെ, ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അനിമൽ ഹെഡ് എത്ര എണ്ണം ഉണ്ട്, ടോട്ടൽ അനിമൽസിന്റെ എണ്ണം 43 ആണ്. അവരുടെ ഫീറ്റിന്റെ എണ്ണം എത്ര, 142. ഫസ്റ്റ് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫുൾ അനിമൽസും 4 ഫീറ്റുള്ള അനിമൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ 43 × 4 ഫീറ്റ് ആണ് നമുക്ക് വരേണ്ടത്. 43 × 4 ആകുമ്പോൾ 172 ഫീറ്റ് ആണ് നമുക്ക് മൊത്തത്തിൽ വരേണ്ടത്, 4 ഫീറ്റുള്ള അനിമൽസ് ആകുമ്പോഴും. ഓക്കെ, പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാവരും 4 ഫീറ്റുള്ള അനിമൽസ് അല്ല. കുറച്ച് ഗോട്ടും കുറച്ച് ഹെന്നുമാണ്. ഹെന്നിന് 2 ഫീറ്റേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം 142 ഫീറ്റ് വരുന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ അകത്തുള്ള ഹെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ 142 ഫീറ്റിനെ ഇവിടെ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്കൊരു 30 കിട്ടും. ഈ 30 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ആദ്യത്തെ കേസില് ഹെന്നിനും എന്താ അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്, ഹെന്നിനും 4 ഫീറ്റ് ഉള്ളതായിട്ടാണ് അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കേസിലാകുമ്പോൾ ഹെന്നിന് നമ്മൾ 2 ഫീറ്റേ ഉള്ളൂ. അപ്പോ നമ്മൾ ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്തായാലും കൗവിന്റെ 4 ഫീറ്റ് ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് പോകും. പക്ഷേ ഹെന്നിന്റെ എന്താണ്, ഹെന്നിന്റെ ബാക്കി നിൽക്കുന്ന 2 ഫീറ്റ് എല്ലാം കൂടെ അല്ലേ താഴെ സബ്ട്രാക്ട് ചെയ്ത് വരിക. ഈ 30 ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഹെന്നിന്റെ 2 ഫീറ്റ് വീതമായിരിക്കും. ഓക്കെ,
മനസ്സിലായോ? ഗോട്ടിന്റെ ഫീറ്റ് എല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകണം. രണ്ട് സ്ഥലത്തും ഗോട്ടിന് 4 ഫീറ്റ് തന്നെയാണ്. പക്ഷേ ഹെന്നിന്റെ കേസ് ആകുമ്പോഴേ നമ്മൾ അസ്യൂം ചെയ്ത 4 ഫീറ്റ് ആയിട്ടാണ്, പക്ഷെ യഥാർത്ഥത്തിൽ 2 ഫീറ്റേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഹെന്നിനുള്ള പിന്നുള്ള 2 ഫീറ്റ് നമുക്ക് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്ത് വരും. 30 ഫീറ്റ് ആണ് അതേപോലെ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. ഒരു ഹെന്നിന് 2 എണ്ണമാണ് അസ്യൂം ചെയ്ത് വെച്ചേക്കുന്നത്. ഓൾറെഡി 2 എണ്ണം ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ 2 എണ്ണം അസ്യൂമും കൂടെ ചെയ്തു. അങ്ങനെയാ 30 ഫീറ്റ് വന്നത്. അപ്പോൾ ഹെന്നിന്റെ ഫീറ്റാണ് ഈ തന്നേക്കുന്ന ഫുള്ളും. അപ്പൊ ഹെന്നിന്റെ എണ്ണം അറിയണമെങ്കിൽ ഒരെണ്ണത്തിന് 2 ഫീറ്റ് അസ്യൂം ചെയ്തുകൊണ്ട് തന്നെ 30/2 ചെയ്യാ. 15 ഹെന്നാണ് അവിടെ ഉള്ളത്. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 15 ഫീറ്റ് വരും. ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫുൾ അനിമൽസിനെ ഇൻറ്റു 4 ചെയ്യുക. അപ്പൊ എല്ലാത്തിനും 4 ഫീറ്റ് ഉള്ള അനിമൽസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫീറ്റ് നമ്മൾ അങ്ങ് സബ്ട്രാക്ട് ചെയ്യുന്നു. ഫീറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് തന്നേക്കുന്ന ഫീറ്റ് 142 ആണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 30 ഫീറ്റ് ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ഈ 30 ഫീറ്റ് ആരുടെ ഫീറ്റാ? ഹെന്നിന് നമ്മൾ അസ്യൂം ചെയ്ത 2 ഫീറ്റ് ആണ് അവിടെ 30 എന്നും പറഞ്ഞ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ 30 ഫീറ്റ് ഹെന്നിന്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര ഹെന്നായിരിക്കും അവിടെ യഥാർത്ഥത്തിലുള്ളത്? ഓരോ ഹെന്നിനും 2 എണ്ണം ഇമാജിനറി ഫീറ്റ് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ 30 ഫീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ 30/2 15 ഹെന്നാണ് അവിടെ ഉള്ളത്. ഇനിയിപ്പോ ഇതിൽ ഗോട്ടിന്റെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 43 പേരില്ലേ? അപ്പൊ 43 - 15 ചെയ്യാ. 43 - 15 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഇവിടെ 13 വന്നു, 13 ആകുമ്പോൾ നമുക്ക് 8, ഇവിടെ 28 ആണ്. ഓക്കെ, 28 ഗോട്ടാണ് നമുക്ക് ഉള്ളത്. ഇവിടെ ഹെന്ന് ചോദിച്ചോണ്ട് ആൻസർ 15 വന്നത്. ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ദിശ അക്കാഡമിയിൽ തന്നെ നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് നോക്കി ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വർഷം പുതിയൊരു തുടക്കമാവട്ടെ. എല്ലാത്തിനും നല്ലൊരു ജോലി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കട്ടെ നിങ്ങൾക്ക്. അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും നന്നായിട്ട് സന്തോഷമായിട്ടിരിക്കുക. അതേപോലെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്.